ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ജങ്ക് ഫുഡ് സെറ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇതിൽ കാണിക്കാനായിട്ട് പറ്റിയില്ല. വൈകിയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് വൈകിയുടെ കാണിച്ചത് കേട്ടോ. നമ്മളെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പേപ്പറും പിന്നെ ഇതുപോലെ കുറച്ച് സ്പോഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രൗൺ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും, അല്ലാണ്ട് ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും കിട്ടും. ഇതെനിക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടിയതാണ്. ഞാനിതുപോലെ സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. സ്പോഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ മടക്കിയിട്ട് ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സമൂസ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പശ വെച്ചിട്ടോ സെല്ലോ ടേപ്പ് വെച്ചിട്ടോ ഇതൊന്ന് ഒട്ടിക്കുക. ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതിൻ്റെ ആ ഒരു 3 വശവും കൂർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ടൊരു സമൂസ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലൊരു പേപ്പറിൽ ഞാൻ ഇതുപോലെ 3 വട്ടങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടയാളത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെല്ലോ ടേപ്പ് വെച്ച് വരച്ചത്. അപ്പോൾ ഒരുപാട് വലുതായി പോകണ്ട, അധികം ചെറുതായും പോകണ്ട. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് മതിയാകും. ഞാൻ 3 എണ്ണമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് ഈ ഒരു പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എന്ത് റൈറ്റിംഗ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് ബുക്കിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ട് ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു പശ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആ പേപ്പറൊന്ന് മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിക്കുക. എന്നിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അടയാളമൊക്കെ എടുത്തിട്ട് പിന്നീട് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് കൂടുതൽ കട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്കിലേക്ക് മടക്കി വരുന്ന രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ബാക്കിൽ വേറൊരു പീസ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളറിലെ പേന വെച്ചിട്ട് ചെറിയ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ ടീ സെറ്റ് ചെയ്തപ്പോൾ അതിൽ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കുറച്ച് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ പീസ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ ഞാൻ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ ആ ബുക്കിൻ്റെ ആ ഒരു കവർ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ ബുക്ക് പൊതിയാൻ എടുക്കുന്ന ബ്രൗൺ പേപ്പറാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പറൊക്കെ കളർ ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതേപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ സാധാരണ പേപ്പറൊക്കെ വെച്ചിട്ട് മേലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി കൂടി ഭംഗിയുണ്ടാകും. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടയാളത്തിൽ തന്നെ ഈ ഒരു സർക്കിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു സർക്കിളിൻ്റെ ഷേപ്പില്ല, എന്നാൽ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു പേപ്പർ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാവുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അധികം വണ്ണം വേണ്ട, നമുക്ക് ചെറിയൊരു വണ്ണത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് രണ്ടാക്കി മടക്കിയിട്ട് ഞാൻ പശ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇത്തിരി ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെക്കുകയാണെങ്കിൽ ഇത്തിരിയും കൂടി ഭംഗിയുണ്ടാകും. ഇത്തിരി കൂടി ഹൈറ്റിലൊക്കെ കിട്ടും. എന്നിട്ട് അത് വേറൊരു കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് ഹായ്. അതേപോലെ കുറേ നാളായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ ഞാനിതുപോലെ ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുകയാണ്. എന്തെങ്കിലും കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മുത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ പശ വെച്ചിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതുപോലെ ഡിഫറെൻറ്റ് കളറുള്ളതും ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കെച്ച് പേനോ അല്ലെങ്കിൽ ക്രയോൺസൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി. പേനൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചെയ്തു. പിന്നെ ഞാൻ ഇതേപോലെ ആ ഒരു മാർക്കർ വെച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ അല്ലാണ്ട് ഒരു ഭാഗം കട്ട് ചെയ്ത് വെക്കുന്ന രീതിയിലും ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒരു പീസ് ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്ന രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്ത് കാണിക്കാറ്. ഞാനിപ്പോൾ അത് കട്ട് ചെയ്യാണ്ട് തന്നെ കാണിച്ചെന്നുള്ളൂ. ഞാൻ ഇതേപോലെ ഒരു നോട്ടീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോട്ടീസ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു 2 കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, റെഡും അതുപോലെ തന്നെ ആ ഒരു യെല്ലോയും. അപ്പോൾ നിങ്ങളുടെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഞാനിത് ചെയ്യാനായിട്ട് കുറേ നാളായാലും ചോദിച്ചിട്ട് അപ്പോൾ ഇതുപോലെ കിട്ടിയപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് എടുത്ത് വെച്ചേ ഉള്ളൂ. എന്നിട്ട് ഞാനിതിൻ്റെ 2 ഭാഗവും ഒന്ന് ചേർത്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആകെ ഒരു മഞ്ഞ കളറിലെ പീസൊക്കെ ആകെ ഒരു ഇത്തിരി ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാം.
അപ്പോൾ എൻ്റെ ആകെ ഒരു 3 എണ്ണത്തിനെ കട്ട് ചെയ്തെടുക്കാനുള്ളത് കിട്ടുള്ളൂ ഈ ഒരു യെല്ലോ കളറിൽ നിന്ന്. അപ്പോൾ നിങ്ങളുടെ കുറേ ഉണ്ടാവുമല്ലോ കളർ പേപ്പറൊക്കെ, അല്ലെങ്കിൽ കളർ അടിച്ചായാലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കളർ പേപ്പർ ഇല്ലെങ്കിലും കളർ അടിച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് കുറേ നാളായല്ലോ ചോദിക്കലും തുടങ്ങിയിട്ട്, പിന്നെ വീഡിയോസ് ഇട്ടിട്ടും കുറച്ച് നാളായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. ഈ ഒരു കേക്ക് സെറ്റ് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐഡിയ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്